ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഇത് മാരുതി സുസുക്കി സ്വിഫ്റ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലി കയറിയിട്ട് എ സിയുടെ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് കളയുക, അങ്ങനെയൊക്കെയുള്ള വയർ കട്ട് ചെയ്ത് കളയുക, അങ്ങനെ ഒരു വലിയ പ്രശ്നം നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ആ എലി കയറുന്ന വഴി ഒന്ന് നോക്കാം. ഇതിൻ്റെ വണ്ടിയുടെ ഗ്ലോ ബോക്സ് ആണ്. ഗ്ലോ ബോക്സ് നമ്മൾ തുറന്നു. എയർ ഫിൽറ്റർ, എ സി ഫിൽറ്റർ ഇവിടെയാണ് വരുന്നത്. ഓക്കെ, നേരത്തെ ഇതിനകത്ത് കയറിയിട്ട് എ സി ഫിൽറ്റർ മൊത്തം കട്ട് ചെയ്ത് എലി കളഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വെളിയിൽ നിന്ന് എയർ വലിക്കാൻ വേണ്ടിയിട്ട് എ സിയുടെ ഒരു സിസ്റ്റം ഉണ്ട്. അവിടെ നിന്നാണ് ഈ എലി കയറി ഇതിനകത്ത് വരുന്നത്. അപ്പോൾ നമുക്ക് അവിടെ നെറ്റ് അടിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഇതിൻ്റെ വൈപ്പർ അഴിക്കണം. ഈ രണ്ട് വൈപ്പറും അഴിച്ചു മാറ്റിയിട്ട് ഈ കവർ നമുക്ക് ഫുള്ളായിട്ട് വെളിയിൽ എടുക്കേണ്ടതായിട്ടുണ്ട്. വെളിയിലെടുത്തിട്ട് ഈ ഭാഗത്തായിട്ടാണ് അതിൻ്റെ ഒരു ഹോൾ വരുന്നത്. ആ ഹോൾ നമുക്ക് നെറ്റ് അടിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എലിശല്യം ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. കാരണം എലി കയറുന്ന ഒരു പാസേജ് അതാണ്. ഇത് അഴിക്കുമ്പോൾ നമുക്ക് മിക്കവാറും കാണാൻ സാധിക്കും ഇതിനകത്ത് എലി കൂട് വെച്ചേക്കുന്ന ഓരോ സാധനങ്ങളൊക്കെ കൊണ്ട് വെച്ചേക്കുന്നതൊക്കെ. അപ്പോൾ എന്തായാലും നമുക്ക് രണ്ട് വൈപ്പറാം അഴിക്കുക. രണ്ട് വൈപ്പറാമിന് ലെഫ്റ്റും റൈറ്റും ഉണ്ട്. അത് കറക്റ്റ് നോക്കി അഴിക്കുക. ഒന്നിന് നീളക്കൂടുതലായിരിക്കും, ഒന്നിന് നീളക്കുറവായിരിക്കും. അപ്പോൾ ഇതിന് ലെഫ്റ്റിൽ വരുന്നതിന് നീളക്കൂടുതലുള്ള ആമും, ലെഫ്റ്റിൽ വരുമ്പോൾ നീളം കുറഞ്ഞ് ആമും ആയിരിക്കും വരുന്നത്. അപ്പോൾ അതഴിക്കുക. അതഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വൈപ്പർ അഴിച്ച് കഴിഞ്ഞിട്ട് ഈ ക്ലൗഡ് നമുക്ക് ക്ലിപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. 1, 2 ക്ലിപ്പുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ക്ലിപ്പ് വരുന്നുണ്ട്, ഇവിടെ ഒരു ക്ലിപ്പ് വരുന്നുണ്ട്, ലാസ്റ്റ് എൻഡിലും ഒരു ക്ലിപ്പ് വരുന്നുണ്ട്. ഈ ക്ലിപ്പ് നമുക്ക് അഴിച്ചെടുത്തിട്ട് ഇതിനുള്ളിൽ എന്താ കണ്ടീഷൻ എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് വൈപ്പറാം അഴിച്ചെടുക്കാം. ബാക്കിയുള്ള ഇത് ഒരു കവറാണ് വരുന്നത്. ജസ്റ്റ് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഈ കവർ ഊരി വരും. ഈ നട്ട് അഴിച്ച് കഴിഞ്ഞാൽ വൈപ്പർ നമുക്ക് ഊരിയെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, എന്തായാലും നമുക്ക് ഇതിൻ്റെ ക്ലൗഡ് അഴിച്ചെടുക്കാം. സൈഡിലെ വൈപ്പർ അഴിച്ചെടുത്തിട്ടുണ്ട്. ഈ സൈഡിലെ വൈപ്പർ അഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നട്ട് ഊരി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ആം ഊരി വരാനായിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പൊക്കിയിട്ട് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഷേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഊരി വരും. ഓക്കെ, അടുത്ത ക്ലിപ്പ് ഇതാണ്. ഈ ക്ലിപ്പ് അഴിച്ചെടുക്കാനായിട്ട് ജസ്റ്റ് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു നല്ലൊരു സ്ക്രൂ ഡ്രൈവറോ എല്ലാം കൊണ്ട് തിക്കി മേളിലോട്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഔട്ടർ ഉൾപ്പെടെ ഇങ്ങനെ ഊരിയെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു വൈപ്പറിൻ്റെ കണക്ഷൻ വരുന്നുണ്ട്. അത് നമുക്ക് ഊരിയിടേണ്ടതായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് പൊക്കി കഴിഞ്ഞാൽ ഇതിങ്ങനെ ഊരി വരും. ഓക്കെ, ഇവിടെ ഒരു ചെറിയൊരു ലോക്ക് വരുന്നുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് പൊക്കി നമുക്ക് വെളിയിലെടുക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ക്ലൗഡ് അഴിച്ചപ്പോൾ കണ്ട കാഴ്ചയാണ്. ഇതിൽ നല്ല പേപ്പർ കൊണ്ടുവച്ചിട്ടുണ്ട്, തുണി കൊണ്ടുവച്ചിട്ടുണ്ട്, തൂവാലയാണ് തോന്നുന്നത്, അത് കൊണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ റബ്ബറിൻ്റെ കായും കാര്യങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. നല്ലൊരു കേബിൾ കൊണ്ടുവച്ചിട്ട് രണ്ടാക്കി കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. മൊബൈലിൻ്റെ ഡേറ്റ കേബിളാണെന്ന് തോന്നുന്നു. ഓക്കെ, മൊബൈലിൻ്റെ ഡേറ്റ കേബിൾ. അതുപോലെ ആ കേബിൾ തന്നെ രണ്ടായിട്ട് മുറിച്ച് കളഞ്ഞിട്ടുണ്ട്. ഫുള്ള് എലിയുടെ റബ്ബറിൻ്റെ കായും കാര്യങ്ങളൊക്കെ ഇതിനുള്ളിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. ഫുള്ള് തുണി കാര്യങ്ങളെല്ലാം ഇതിൽ എലി കൊണ്ടുവച്ചിട്ടുണ്ട്. നല്ല കൂട് കൂട്ടി ഇരിക്കുകയാണ്. അപ്പോൾ വണ്ടിയുള്ളവർ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. ഇതിൽ എലി കയറി കഴിഞ്ഞാലുള്ള അവസ്ഥയാണ് ഈ കാണുന്നത്. വയറും കാര്യങ്ങളും എല്ലാം കട്ട് ചെയ്ത് കളയും. ലാസ്റ്റ് വണ്ടി സ്റ്റാർട്ടാവാതെ വരും. അങ്ങനെയൊക്കെയുള്ള അവസ്ഥയും കാര്യങ്ങളൊക്കെ സംഭവിക്കും. അപ്പോൾ നമുക്ക് ഇതിനുള്ളിൽ വണ്ടിക്കുള്ളിൽ കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതാണ് ഇതിൻ്റെ പാസേജ് വരുന്നത്. ഓക്കെ, ഈ പാസേജ് നമുക്ക് നെറ്റ് അടിക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഇവിടുന്ന് ഇങ്ങനെ ഈ പോർഷനിൽ നെറ്റ് നമുക്ക് അടിക്കേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെ അത് ഇവിടെ കവർ ചെയ്ത് നിന്നിട്ട് ഇവിടെ കവർ ചെയ്ത് നിൽക്കുന്ന രീതിയിൽ നെറ്റ് അടിക്കണം. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് നെറ്റ് അടിക്കേണ്ടത്. കാരണം ഇതിനുള്ളിൽ എലി കയറാത്ത രീതിയിൽ, വണ്ടിക്ക് ഉള്ളിലോട്ട് എലി കയറാത്ത രീതിയിൽ. കാരണം ഇതിൻ്റെ പഴയ എ സി ഫിൽറ്റർ എല്ലാം കട്ട് ചെയ്ത് കളഞ്ഞു, അതിൻ്റെ കവറും കാര്യങ്ങളും എല്ലാം കട്ട് ചെയ്ത് എലി ദൂരെ കളഞ്ഞു. അപ്പോൾ എലി കൊണ്ടുവച്ചേക്കുന്ന കാഴ്ചകൾ നമ്മളിപ്പോൾ കണ്ടു. ഇതൊക്കെ ക്ലീൻ ചെയ്ത് കളയേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇത് ഫുള്ള് എലിയുടെ പണിയാണ്. ഇപ്പോൾ ലോങ് ആയിട്ട് പാർക്ക് ചെയ്ത് നിർത്തിയേക്കുന്ന വണ്ടികൾക്കായിരിക്കും കൂടുതലായിട്ട് ഇങ്ങനെ എലി ശല്യം ഉണ്ടാകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നെറ്റും കാര്യങ്ങളും ഈ പോർഷനിൽ നമുക്ക് നെറ്റ് അടിക്കേണ്ടതായിട്ടുണ്ട് ഇങ്ങനെ. ഓക്കെ, അപ്പോൾ എലി ഇതിനുള്ളിലോട്ട് കടക്കുകയില്ല. ഓക്കെ,
അപ്പോൾ എന്തായാലും നമുക്ക് നെറ്റും കാര്യങ്ങളൊക്കെ അടിക്കാം. അപ്പോൾ ഇതിൽ നെറ്റ് അടിച്ചിട്ടുണ്ട്. നമ്മൾ ഉപയോഗിച്ചേക്കുന്നത് ഈ ചെറിയ നെറ്റാണ് ഇതിൽ ഉപയോഗിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പ്രത്യേകിച്ച് ചുമ്മാ സ്ക്രൂ ചെയ്തിട്ടില്ല, കാരണം വെറുതെ നമ്മൾ സ്ക്രൂ ചെയ്യേണ്ട. ഇവിടെ ഒറ്റ സ്ക്രൂ മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ഇവിടെ ഒരു സ്ക്രൂ ചെയ്തിട്ടുണ്ട്. ഇത് ഉള്ളിലോട്ട് തന്നെ കയറ്റി വെച്ചേക്കുകയാണ്, മുകളിലോട്ട് തന്നെ കയറ്റി വെച്ചേക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ ഇതിലൊരു ബോൾട്ട് വരുന്നുണ്ട്. ആ ബോൾട്ടിൽ തന്നെയാണ് നമ്മൾ ഈ നെറ്റ് കൊടുത്തേക്കുന്നത്. ഇത് വാഷർ ടൈപ്പ് നെറ്റായതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് തന്നെ ആ ബോൾട്ട് മുറിക്കുകയാണ്. അതുപോലെ തന്നെ ഈ സൈഡും അതേപോലെ തന്നെയാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഇതും വാഷർ ടൈപ്പ് ബോൾട്ട് വരുന്നതാണ്. അപ്പോൾ ആ ബോൾട്ട് തന്നെയാണ് നമ്മൾ കയറ്റി ഫിറ്റ് ചെയ്തേക്കുന്നത്. ഇത് താഴോട്ട് ഇവിടെ മടക്കി വെച്ചിട്ടുണ്ട്. അത് ബാക്കിയുള്ളത് കട്ട് ചെയ്ത് കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് തന്നെ മടക്കി വെച്ചേക്കാം. അപ്പോൾ ഇവിടെ നല്ല കറക്റ്റ് സീറ്റിംഗ് ആയിട്ട് നിൽക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളൊരു സ്ക്രൂ ചെയ്തിട്ടുണ്ട്, കാരണം ഇവിടെ ഒരു ചെറിയ ഗ്യാപ്പ് വന്നതുകൊണ്ട് അവിടെ ഒരു സ്ക്രൂ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ബാക്കിയെല്ലാം മുകളിലോട്ട് തന്നെ അറ്റാച്ച് ആയിട്ട് ഇരിക്കും. ഓക്കെ, അപ്പോൾ വണ്ടിക്കകത്ത് കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇത് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ വൈപ്പറിൻ്റെ ഷീൽഡ് ഫിറ്റ് ചെയ്യാനായിട്ട് ഉണ്ട്. വൈപ്പർ ആകുമ്പോൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ആ കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കാം. ഇതിൻ്റെ കവറ്, വൈപ്പർ ബ്ലേഡ് എല്ലാം ഫിറ്റ് ചെയ്തിട്ടുണ്ട്. വൈപ്പർ ബ്ലേഡിൻ്റെ പഴയ ആംഗിളിൽ തന്നെ വൈപ്പർ ഫിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ വരുന്നത് നീളം കൂടുതലുള്ളതായിരിക്കും, റൈറ്റ് സൈഡിൽ വരുന്നത് നീളം കുറവുള്ള ആമായിരിക്കും വരുന്നത്. ഇതിൻ്റെ ക്ലിപ്പും കാര്യങ്ങളും എല്ലാം കറക്റ്റായിട്ട് തന്നെ പ്രസ് ചെയ്ത് കൊടുക്കുക. വൈപ്പറിൻ്റെ ഒരു ഹോസ് വരുന്നത് കണക്ട് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെയും ക്ലിപ്പും കാര്യങ്ങളും കൊടുക്കുക, ഇവിടെയും ക്ലിപ്പും കാര്യങ്ങളും കൊടുക്കുക. പഴയ രീതിയിൽ തന്നെ എല്ലാം സെറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് എലി കയറുന്നതിൻ്റെ ഒരു ശല്യം നമ്മളിപ്പോൾ ഒഴിവാക്കിയിട്ടുണ്ട്. എലി അകത്ത് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഇവിടെ നെറ്റ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നെറ്റ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. നേരത്തെ എന്ന് പറഞ്ഞാൽ എലി അതിൽ കൂടെ കയറിയിട്ട് വണ്ടിക്കകത്ത് കയറിയിട്ട് വയറും കാര്യങ്ങളും AC-യുടെ ഫിൽറ്ററും കാര്യങ്ങളും എല്ലാം കട്ട് ചെയ്ത് കളയുകയായിരുന്നു. അപ്പോൾ ഇപ്പോൾ അത് നമ്മളിപ്പോൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വൈപ്പർ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കറക്റ്റായിട്ട് വൈപ്പർ വർക്ക് ചെയ്ത് നോക്കുക. കറക്റ്റ് ആംഗിൾ കറക്റ്റാണോ എന്ന് നോക്കുക, കാരണം വൈപ്പർ വർക്ക് ചെയ്യുമ്പോൾ പുറത്ത് പോകുന്നുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കിയത്, അപ്പോൾ സ്വിഫ്റ്റ് എന്നല്ല ഏത് വണ്ടിയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു മെത്തേഡ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടിക്കകത്ത് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സൊല്യൂഷന് നമുക്ക് കിട്ടും. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കിയത്, അപ്പോൾ എങ്ങനെ നമുക്ക് എലി കയറാതിരിക്കാൻ വേണ്ടി നെറ്റ് നമുക്ക് ഫിറ്റ് ചെയ്യാം. ചുമ്മാ വലിച്ചു വാരി സ്ക്രൂ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, വെറുതെ നമ്മൾ കഴിച്ച് സ്ക്രൂ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതിൽ തന്നെ 2 ബോൾട്ട് വരുന്നുണ്ട്. ആ ബോൾട്ടിൽ തന്നെ നെറ്റ് കൊടുക്കുക. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം മുകളിലൊരു സ്ക്രൂ കൊടുക്കുക. ഓക്കെ, നമ്മൾ ഈ വൈപ്പറിൻ്റെ ആമും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട്, അതുപോലെ തന്നെ ഇതിൻ്റെ കവറും ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വൈപ്പർ നമ്മൾ നേരത്തെ അഴിച്ചെടുത്ത ആംഗിൾ കറക്റ്റാണോ നോക്കണം. കാരണം ഇതിന് കുറച്ച് പൊങ്ങി നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ വൈപ്പർ ബ്ലേഡ് വർക്ക് ചെയ്യുമ്പോൾ പുറത്ത് പോകും. അതുപോലെ തന്നെ ഇവിടെയും പൊങ്ങി നിന്ന് കഴിഞ്ഞാൽ വൈപ്പർ വർക്ക് ചെയ്യുന്ന സമയത്ത് പുറത്ത് പോകും. അപ്പോൾ ഒത്തിരി താഴാനും പാടില്ല. ഒത്തിരി താഴ്ന്നു കഴിഞ്ഞാൽ ഇതിൽ വന്ന് മുട്ടും. ഓക്കെ, ഒത്തിരി താഴ്ന്നു കഴിയുമ്പോൾ ഇതിൽ വന്ന് മുട്ടും. അപ്പോൾ നമുക്ക് വർക്ക് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്, കറക്റ്റായിട്ടാണോ നമ്മൾ ഫിറ്റ് ചെയ്തേക്കുന്നത്. ഒന്ന് വർക്ക് ചെയ്ത്. ഓക്കെ, ഇപ്പോൾ ഈ ആംഗിൾ മാത്രമേ കറക്റ്റായിട്ട് ഇവിടെ വരെ വരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഒത്തിരി പൊക്കിയിട്ട് കഴിഞ്ഞാൽ വൈപ്പറിൻ്റെ ബ്ലേഡ് വന്നിട്ട് ഇതിൽ ടച്ച് ആവും. ഒന്നുകൂടെ വർക്ക് ചെയ്ത്. ഓക്കെ, ഒത്തിരി നമ്മൾ പൊക്കിയിട്ട് കഴിഞ്ഞാൽ ഈ വൈപ്പർ ബ്ലേഡ് വന്നിട്ട് ഇവിടെ വന്ന് ടച്ച് ആവും. അപ്പോൾ നമുക്കിപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഈ ബോൾട്ട് അഴിക്കുക. ഈ കപ്പ് അഴിച്ചിട്ട് ഈ ബോൾട്ട് അഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ശകലം ഇങ്ങോട്ട് തിരിച്ച് വെക്കാം, അല്ലെങ്കിൽ അങ്ങോട്ട് മില്ലിങ്, ഇതിനുള്ളിൽ മില്ലിങ്ങാണ് വരുന്നത്. ആ മില്ലിങ് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വൈപ്പർ ബ്ലേഡ് പൊങ്ങണോ താഴണോ എന്നുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.